ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും ചിക്കനും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ബ്രെഡ് ചിക്കൻ ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചച്ചവ മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളൊന്ന് വഴറ്റിയെടുക്കാൻ. അതിനുശേഷം ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ കൊത്തിയരിഞ്ഞതാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ ഇവിടെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ കറി മസാലയും ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ കറി മസാല അല്ലാന്നുണ്ടെങ്കിൽ ബീഫ് കറി മസാലയോ അല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാലയോ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കന് ഞാൻ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചതിന് ശേഷം കൈകൊണ്ടൊന്ന് പിച്ചിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് 1.5 കപ്പ് ഉണ്ട്. പിച്ചിയതിന് ശേഷമാണ് 1.5 കപ്പ് ഉള്ളത്. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ മസാലയൊക്കെ ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബ്രെഡിൻ്റെ അരികുവശമൊന്നും കളയാതെ തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഒരു 6 വലിയ ബ്രെഡാണ് കേട്ടോ പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ കപ്പളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ബ്രെഡ് പൊടിച്ചതാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ അതിൽ നിന്ന് 1 കപ്പ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 1/2 കപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് വേണം ബാക്കിയുള്ള ബ്രെഡ് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരുവാവുന്നത് വരെ മാത്രം ബ്രെഡ് പൊടിച്ചത് ചേർത്താൽ മതി. ഇനി ബോൾസിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതുപോലെ വലിയ ബോൾസാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറേ സ്നാക്ക് കിട്ടും. ഞാൻ വലിയ ബോൾസ് ആക്കി എടുത്തുകൊണ്ട് ഇത്രയും കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ അതിലൊന്ന് മുക്കിയിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ആദ്യം നമ്മൾ മുട്ട ബീറ്റ് ചെയ്തതിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ബ്രെഡിൻ്റെ അരികുവശം പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ബ്രെഡ് മൊത്തത്തിൽ പൊടിച്ചെടുത്തതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എല്ലാം നമുക്ക് ആദ്യം മുട്ടയിലൊന്ന് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും. അതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടും ഫ്രൈ ചെയ്യരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ബോൾസ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ബ്രെഡ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനും ബ്രെഡും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ചിക്കൻ ബോളിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ 3 ഓപ്ഷൻ വരും കേട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്